തിരുവനന്തപുരം വെമ്പായം ചിറമുക്കിൽ 2.5 വയസ്സുകാരി അങ്കണവാടി ടീച്ചർ കമ്പി കൊണ്ട് അടിച്ചതായി പരാതി. ചിറമുക്ക് സ്വദേശികളായ സീന മുഹമ്മദ് ഷാ ദമ്പതികളുടെ മകൾക്കാണ് അടിയേറ്റത്. ഷൂറാക്കിന്റെ കമ്പി കൊണ്ട് അടിച്ചുവെന്നാണ് പരാതി. ഇപ്പോൾ എ വി ജയശങ്കർ തിരുവനന്തപുരം ചെയ്തു. ജയശങ്കർ, ഈ അധ്യാപക മർദ്ദനത്തിന്റെ വാർത്തകൾ ദിനംപ്രതി അങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിപ്പോൾ ഇതാ അങ്കണവാടി വിദ്യാർത്ഥിക്കും അധ്യാപികയുടെ മർദ്ദനമെന്ന വാർത്ത വരുന്നു. എങ്ങനെയാണ് ഈ സംഭവം പുറത്തറിയുന്നത്? എന്തിനാണ് ഇത്തരത്തിൽ മർദ്ദിച്ചതെന്ന പ്രകോപന കാരണമെങ്കിലും നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? അതായത് സുഹേൽ, കഴിഞ്ഞ ദിവസം ഈ കുട്ടി വീട്ടിലെത്തുന്നു. പിന്നാലെ പിതാവ് ഈ കുട്ടിയുടെ കയ്യിലൊരു മുറിവ് കാണുന്നു, ഒരു ചുവന്ന പാട് കാണുന്നു. പിന്നീട് നടത്തിയ പരിശോധനയിലും അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ കുട്ടിക്ക് കമ്പിവടി കൊണ്ട് മർദ്ദനമേറ്റു എന്നൊരു നിഗമനത്തിൽ കുടുംബം എത്തിച്ചേർന്നത്. ഈ ചിറമുക്ക് സ്വദേശികളായ സീന മുഹമ്മദ് ഷാ ദമ്പതികളുടെ 2.5 വയസ്സുള്ള മകൾക്കാണ് ഇത്തരത്തിൽ അംഗനവാടിയിൽ നിന്ന് ഇത്തരത്തിലൊരു ക്രൂര മർദ്ദനം ഏൽക്കേണ്ടി വന്നൊരു സാഹചര്യമുണ്ടായി. എന്തായാലും കുടുംബം ഇതുമായി ബന്ധപ്പെട്ട അംഗനവാടിയിലെ അധ്യാപിക ബിന്ദുവിനെതിരെ ചൈൽഡ് ലൈൻ ഉൾപ്പെടെ പരാതി നിലവിൽ നൽകിയിട്ടുണ്ട്. ഇവർ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണവും നമുക്ക് നൽകിയിട്ടുണ്ട്. അത് അല്പസമയത്തിനകം ആ പ്രതികരണം കൂടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്തരത്തിൽ ഇവരെ സംബന്ധിച്ച് ഇവർ കുട്ടിയുടെ സുരക്ഷിതത്വം കൂടി കണക്കിലെടുത്താണ് ഇത്തരത്തിൽ അംഗനവാടിയിൽ അയക്കുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് അംഗനവാടിയിൽ വെച്ച് ഇത്തരത്തിൽ ഒരു ക്രൂരമായൊരു പീഡനം ഈ 2.5 വയസ്സുകാരി നേരിടേണ്ടി വന്നു. എന്തായാലും ഈ അധ്യാപിക ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അധ്യാപികയുമായി ആശയവിനിമയം നടത്തുമ്പോൾ അവർ പറയുന്നത് ഈ കുട്ടി ഇത്തരത്തിൽ താൻ കമ്പിവടി കൊണ്ട് മർദ്ദിച്ചിട്ടില്ല. താൻ ആ ഒരു ഘട്ടത്തിൽ ടോയ്ലറ്റിൽ പോയി വന്ന സമയത്ത് ഈ കുട്ടിയുടെ കയ്യിൽ പാട് കണ്ടു. ആ ഘട്ടത്തിൽ ചോദിച്ചപ്പോൾ ഒപ്പം ഉണ്ടായിരുന്ന കുട്ടിയാണ് ഇത്തരത്തിൽ കമ്പിവണ്ടി കൊണ്ട് അടിച്ചത് എന്നാണ് പറഞ്ഞതെന്നാണ് അധ്യാപിക ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് വെളിപ്പെടുത്തി. എന്തായാലും അധ്യാപിക ഈ പരാതി, ഈ ആരോപണം നിഷേധിക്കുന്നുണ്ട്. പക്ഷേ ഈ 2.5 വയസ്സുകാരിയുടെ ദേഹത്ത് ഇത്തരത്തിൽ കയ്യിൽ ഇത്തരത്തിൽ അടികൊണ്ട ചുവന്ന ഒരു പാട് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ മർദ്ദനം നടന്നു എന്നത് വസ്തുതയാണ്. എന്തായാലും ഒരു പ്രതികരണം കൂടി ഇത് സംബന്ധിച്ച് വരുന്നു. അതിലേക്ക് ഒരു പാരന്റ് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മോളുടെ ശരീരത്ത് ടീച്ചർ അടിച്ചു എന്ന് പറഞ്ഞിട്ട് മോള് വന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കെൻസ, എൻ്റെ മോളുടെ പേര് കെൻസ എന്നാണ്, മോളെ നല്ല രീതിയിൽ അടിച്ചിട്ടുണ്ട്. അവൾ ഭയങ്കര കരച്ചിലാണ്. കരഞ്ഞപ്പോൾ വീണ്ടും അടിച്ചു എന്ന് പറഞ്ഞു എന്ന് വീട്ടിൽ വന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ചോദിച്ചു എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ വ്യക്തമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, കുട്ടിയെ അടിച്ചതുപോലെ തന്നെ ഇവളെയും അടിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, കുട്ടി പറഞ്ഞു എന്ന് ഷൂറാക്കിൻ്റെ കമ്പി വലിച്ചൂരി, കമ്പി അവിടെ ഓൾറെഡി ഊരിയിട്ടുണ്ടായിരുന്നു, ആ കമ്പി എടുത്തതിന് ശേഷമാണ് ഈ മക്കളെ എല്ലാവരും അടിച്ചതെന്ന് പറയുന്നുണ്ട്. ഈ കുട്ടികൾ പറഞ്ഞത് വിശ്വസിക്കാതെ ഞാൻ നേരെ ആയയുടെ അടുത്ത് പോയി. ആയ ഇവിടെ ഒരു ടെക്സ്റ്റൈൽസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് ചോദിച്ചപ്പോൾ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇത് ആദ്യമായിട്ടല്ല, സ്ഥിരമായിട്ട് കുട്ടികളെ ഇടയ്ക്ക് ഉപദ്രവിക്കാറുണ്ടെന്നും മോളെ ഇന്നലെ അടിച്ചിട്ട് ആദ്യത്തെ അടിയിൽ അവൾ കരഞ്ഞതുകൊണ്ട് വീണ്ടും അടിച്ചു എന്ന് പറയുന്നുണ്ട്.